അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസി വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, കപ്പയും ബീഫും ആയിട്ട് കഴിക്കുന്നൊരു വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബീഫ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ഇട്ട് തിരുമ്മി നമ്മൾ കുക്കറിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിനകത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു 3 ഫിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊതി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഉണ്ടാക്കി തിന്നുക. അതാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ കുറച്ച് കപ്പയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിക്കാൻ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പം സാധാരണ എല്ലാവരും വേവിക്കുമ്പോൾ തന്നെ കേട്ടോ കപ്പ വേവിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മൺചട്ടിക്കകത്ത് അടുപ്പിനകത്താണ് ഇറച്ചിക്കറി വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇക്കാക്കും എനിക്ക് ഭയങ്കര അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ കടുകല്ല ഇടുന്നത്, ഉലുവയാണ് ഇടുന്ന എണ്ണയ്ക്കകത്ത്. അപ്പോൾ ആ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പം നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇടാം. അപ്പം ഒരു 3 സവോളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ചില സാധനങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടാകും. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലേ? എപ്പോഴേലുമൊക്കെ അബദ്ധം പറ്റാതിരുന്നിട്ടില്ലേ? അബദ്ധം പറ്റിയിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല ഭയങ്കര ആഗ്രഹമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്. അവസാനം ഞാൻ പറയാം കേട്ടോ, വീഡിയോയുടെ അവസാനം പറയാം എന്തുവാണ് പ്രശ്നമെന്ന്. എന്നിട്ട് നമ്മൾ തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി നല്ലപോലെ ചതച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് ഈ വെന്ത സവോളയൊക്കെ നമ്മൾ 4 സൈഡിലായിട്ട് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഒലിച്ചിറങ്ങി വരുന്ന ഓയിലിനകത്താണ് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഇടുന്നത്. അപ്പം ഇതെല്ലാം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാലൻസ് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ. മുളക് പൊടി കൂറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് വേണം നമ്മളിപ്പോൾ ഇതിനകത്ത് മസാലകൾ ചേർക്കാൻ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ല ഈ കറി കറുത്തിരിക്കാനുള്ള കാരണം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നല്ല പോലെ കറി, അല്ലെങ്കിൽ മുളകും മല്ലിയൊക്കെ ചൂടാക്കി ഇടണം. അതിനെക്കാട്ടും ബെറ്റർ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് നല്ല പോലെ അറിയാൻ പറ്റും. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വേണം ഇതിനകത്തോട്ട് ഇറച്ചി ഇടാൻ. ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കുറേശ്ശെടുത്ത് ഊറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഒരു കിഴുത്തയുള്ള തവിയുണ്ടല്ലോ, അതായത് കണ്ണാപ്പ തവി എന്ന് പറയും, അതിനകത്തോട്ട് ഊറ്റിയെടുത്താണ് ഇട്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ കുക്കറിനകത്ത് ബാലൻസുള്ള വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ആ വെള്ളം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ അതിൻ്റെ മുകളിലിടാം. അപ്പോൾ നല്ലപോലെ നമ്മുടെ കറി നല്ല ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറും. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധത്തിൻ്റെ കാര്യം. ഇന്ന് പറ്റിയത് നമ്മുടെ ഉലുവ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഒന്നും കറിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായി ഇട്ടേക്കണം കേട്ടോ. എന്നാലും നമ്മുടെ കറി ഇന്ന് സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂട്ടി ഒരു കപ്പയും കൂട്ടി ഒരു പിടിപിടുത്തം പിടിച്ചാലോ. അങ്ങനെ കപ്പയും കറിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ഇക്കാലത്തോണ്ട് നമുക്ക് ഒരു ഇലയൊക്കെ വെട്ടിയിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിച്ചാലോ വെട്ടാം എന്ന് പറഞ്ഞ് ഇക്കാന ഇലയൊക്കെ വെട്ടി നമ്മൾ പായൊക്കെ വിരിച്ച് അപ്പം മമ്മുക്കൂട്ടം അതിനകത്തൂടെ എഴഞ്ഞ് നടപ്പുണ്ട്. അപ്പം നമ്മൾ ഇലയൊക്കെ ഇട്ട് കപ്പയും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ഒരു പിടുത്തം അങ്ങ് പിടിച്ച് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറിയൊക്കെ ശരിയാകാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ പെട്ടെന്ന് കറി, ചിലർ പറയത്തില്ലേ കറി കറുത്തിട്ട് വരത്തില്ല, അല്ലെങ്കിൽ മസാലയൊക്കെ സവോളയൊക്കെ വേകാതെ തന്നെ കിടക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നല്ലപോലെ വഴറ്റി മൺചട്ടീനകത്തൊക്കെ ഒന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ലൊരു സന്തോഷമാണ്. ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവരൊക്കെ കുഞ്ഞായിരുന്നത് മമ്മൂസൊക്കെ ജനിച്ച ടൈമിലൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഫോൺ ഗാലറിയിലൊക്കെ എത്രത്തോളം മാക്സിമം കുറേ വീഡിയോ ഒക്കെ നമ്മൾ ഡിലീറ്റ് ആയി പോവും, അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി നമ്മുടെ സ്റ്റോറേജ് ഔട്ടാകുമ്പോൾ ഡിലീറ്റ് ആക്കി കളയും. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം അവിടെ തന്നെ കിടക്കുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എടുത്ത് കാണാൻ തോന്നും. നമ്മൾ കപ്പയും കറിയും കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമായി. ലാസ്റ്റിലത്തെ വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പയില്ലായിരുന്നു. രണ്ടാമത്
കുറച്ച് കപ്പേ ഉള്ളായിരുന്നുള്ളൂ. അതുകൂടി എല്ലാം രണ്ടുപേരും കൂടെ കഴിച്ച് തീർത്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചൂടാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. കൊള്ളാവോ? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കപ്പ എങ്ങനെയുണ്ട്? ഞാൻ തിന്ന കപ്പയെ ഇറച്ചിയൊക്കെ ആരാ തിന്ന? നടുവിന് ഇഷ്ടപ്പെട്ട?